അപ്പൊ നമ്മുടെ മമ്മൂക്കയുടെ കളങ്കാവൽ മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ഓൾറെഡി തന്നെ അതിന്റെ ഒറിജിനൽ സ്റ്റോറിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ ക്ലൈമാക്സിൽ എന്താണ് സംഭവിക്കുന്നത്, കളങ്കാവൽ എന്ന ടൈറ്റിൽ ഇതിന് എത്രത്തോളം യോജിക്കുന്നു എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്പ്ലനേഷൻ ആണ്, അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. നല്ല സ്പോയിലർ ഉണ്ടാവും. അപ്പോൾ നേരെ പോയേക്കാം. സത്യം പറഞ്ഞ കളങ്കാവൽ എന്ന മൂവിയുടെ മിത്തോളജി പരമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ആ ഒരു പേരിന്റെ അർത്ഥം തെയ്യമായിട്ട് നല്ല സാമ്യമുണ്ട് ഈ ഒരു റിച്വലിന്. അസുരനായ ദായകനെ ഭദ്രകാളി അന്വേഷിച്ചിറങ്ങുന്നതും എല്ലായിടത്തും അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊല്ലുന്ന ഒരു റിച്വലിനെയാണ് കളങ്കാവൽ എന്ന് പറയുന്നത്. ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണല്ലോ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. കാരണം സിനിമയിൽ ഭദ്രകാളിയായി വിനായകന്റെ ക്യാരക്ടറാണ് ജയകൃഷ്ണൻ, ദാരികനായി മമ്മൂട്ടി, സ്റ്റാൻലി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആവാം ടൈറ്റിൽ കളങ്കാവൽ എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഭദ്രകാളി ദാരികനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. സിനിമയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. സ്റ്റാൻലിയെ കൊല്ലാൻ തന്നെയാണ് ജയകൃഷ്ണന്റെ തീരുമാനം. വിനായകന്റെ ക്യാരക്ടറിന്റെ സ്വഭാവമാണത്. നത്ത് എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം അവൻ പറഞ്ഞതാണെന്നാണോ നിന്റെ വിചാരം എന്ന് സ്റ്റാൻലിയോട് ജയകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. വിനായകൻ അന്വേഷിക്കുന്ന കേസിൽ പ്രതികൾക്കെതിരെ കേസ് തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവരെ കൊന്നുകളയാണ് ശരിക്കും വിനായകന്റെ ക്യാരക്ടർ. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. കാരണം സ്റ്റാൻലിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് തെളിയിക്കാനുള്ള തെളിവൊന്നും ജയകൃഷ്ണന്റെ കയ്യിലില്ല. ആ ഒരു ഫോൺ കണ്ടെത്തുന്നത് മണിയുടെ വീട്ടിൽ നിന്നാണ്. പിന്നെ ആകെയുള്ളത് രജീഷയുടെ മൊഴിയാണ്, അതായത് രജീഷയുടെ ക്യാരക്ടറിന്റെ. പക്ഷേ രജീഷയ്ക്ക് അത് ലീഗലി വന്ന് പറയാനും പറ്റില്ല. പിന്നെ കണ്ടക്ടർ തിരിച്ചറിഞ്ഞത് രജീഷയുടെ കൂടെ തന്നെയുള്ള ഒരു ആളായിട്ടാണല്ലോ. അപ്പൊ അവിടെയും പോയി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി സ്റ്റാൻലി ആണെന്നറിയാം, പക്ഷേ തെളിവില്ല. അതുകൊണ്ട് തന്നെയാണ് വിനായകന്റെ ക്യാരക്ടർ സ്റ്റാൻലിയെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. നമ്മൾ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു നോട്ടീസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? വാണ്ടഡ് എന്ന് പറഞ്ഞൊരു നോട്ടീസ് സ്റ്റാൻലിയെ ഇപ്പോഴും മിസ്സിംഗ് ആണ് എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റർ അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. കോടതിയിൽ കേസ് നിൽക്കില്ല എന്ന് നന്നായിട്ട് അറിയാം വിനായകന്, തെളിവില്ലാത്തതുകൊണ്ട് തന്നെ. ഇതിപ്പോ പ്രതി ഇയാളാണെന്ന് പറയാനും പറ്റും, മിസ്സിംഗും ആണല്ലോ. പിന്നെ ഗായത്രി അരുണിന്റെ ക്യാരക്ടർ അവസാനമായപ്പോൾ എല്ലാം മനസ്സിലായി കാണുമോ? അതെ, മനസ്സിലായിട്ടുണ്ട്. കാരണം സ്റ്റാൻലി പറഞ്ഞതിനേക്കാളും താമസിച്ചാണ് ആ ഒരു ക്യാരക്ടർ ചെല്ലുന്നത്. അപ്പൊ അതിനെന്തോ കാരണവും പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ ചെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞത്, കാര്യങ്ങളെല്ലാം പറഞ്ഞത് കൊണ്ടായിരിക്കാം അത്രയും താമസിച്ചത്. വിനായകന്റെ ക്യാരക്ടറിന് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള ഒരു ടൈമും ആയിരിക്കും അത്. പിന്നെ ഇതിന് സെക്കൻഡ് പാർട്ടൊന്നും കാണത്തില്ല. അവസാനം ആ കാറിന്റെ ഡിക്കി തുറക്കുന്നതായിട്ട് കാണിച്ചതുകൊണ്ട് സ്റ്റാൻലി മരിച്ചിട്ടില്ല, സെക്കൻഡ് പാർട്ടിൽ തിരിച്ചു വരും എന്നൊക്കെ കുറെ കമന്റ്സ് കണ്ടായിരുന്നു. ബട്ട് ഇതുപോലെയുള്ള സ്റ്റാൻലിമാർ മരിക്കുന്നില്ല, ഇനിയും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു സിംബോളിക്കായി പറഞ്ഞു നിർത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.